എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഫാമിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അലയിൽ തന്നെ ഉള്ളതാണ്. വിജയൻ ചേട്ടൻ്റെ ഫാമിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ കുറേ നാൾ മുമ്പാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫാമിലെത്തി. ഇത് എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ഈന്തപ്പനയും പിന്നെ നമ്മുടെ കോണും ഒക്കെ നട്ട് നന്നായിട്ട് വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എൻട്രൻസിൽ തന്നെ ഫുള്ള് നമ്മുടെ മുരിങ്ങയ്ക്കയാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നുണ്ട് മുരിങ്ങയ്ക്ക. ഇവിടെ ഫുള്ള് ചില്ലിയാണ് കേട്ടോ നട്ടിരിക്കുന്നത്. നമ്മുടെ ബജ്ജിമുളകില്ലേ, ആ ബജ്ജിമുളകാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇതിലായി കിടപ്പുണ്ട്. കണ്ടോ, നല്ല വലിപ്പത്തിലായി കിടപ്പുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ചെറു തൈയിൽ തന്നെ ആയി കിടപ്പുണ്ട് നന്നായിട്ട്. കണ്ട, ഇത് തക്കാളിത്തോട്ടമാണ്. ഫുൾ തക്കാളികളാണ്. അവർ നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ ഫാമിനെ പറ്റി ഒന്ന് അറിയാനായിട്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ പ്രചോദനം വന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് രണ്ട് വാക്കൊന്ന്. ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ സൺ, അതായത് പ്രപഞ്ചത്തിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ആദ്യകാലത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കാൻ ധരിച്ചു വെച്ചിരുന്ന ഈ പൊളിറ്റിക്സുകാരാണ് എൻ്റെ എനർജി തരുന്നതാണ്. തെറ്റായതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചത്. വിദ്യാഭ്യാസത്തിലും ശരിക്കും ഒന്നും കിട്ടിയില്ല. പരമ്പരാഗത ഞങ്ങൾക്ക് കൃഷിയുണ്ട്. ആ കൃഷി സമയത്തും ഇത്ര തന്നെ ഞാൻ പഠിച്ചില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കി. ഇവിടെ തൊട്ട് എൻ്റെ 47 കൊല്ലം ഇവിടെ വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കി. ഞാൻ ആദ്യം ജോലി ചെയ്ത വാട്ടർ ഇലക്ട്രിസിറ്റി ആദ്യം തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് 91 വരെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. 2 വർഷം ഫുൾ ടൈം കൃഷിയിൽ വന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അവിടെ 12 മണിക്ക് സൂര്യപ്രകാശം. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂളിൽ പഠിച്ച ഫോട്ടോസ് പ്രകാശ സംശ്ലേഷണം ഓർമ്മ വന്നു. അപ്പോൾ സമയം കൂടുതൽ ഇവിടെ കിട്ടി. ഗവൺമെൻറ് ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് ടൈം കിട്ടി. അപ്പോൾ കൃഷിയെപ്പറ്റി പിന്നീട് കുട്ടിക്കാലത്ത് ചെയ്തു വന്ന കൃഷി പിന്നെ അത് പഠിക്കും 12 മണിക്ക് സൂര്യപ്രകാശം. അപ്പോൾ ഈ സൂര്യപ്രകാശം എങ്ങനെ
കൺവേർട്ട് ചെയ്ത് പണം ആക്കാം എന്നുള്ള ഒരു മെത്തേഡ് കണ്ടെടുത്ത് സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. അങ്ങനെ WDയുടെ ജോലി എന്നെ തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യാൻ എല്ലാവരുമായിട്ടും പരിചയപ്പെടുത്താൻ സഹായിച്ചു. അങ്ങനെ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥ രാജകുടുംബമാണ് മുബാറക് അൽക്കേലി എന്ന് പറഞ്ഞ പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളിയെടുത്ത് ലാൻഡ് ചോദിച്ചു, പുള്ളി ലാൻഡ് തന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫീൽഡിൽ ഒരു കൃഷി ചെയ്തു. പിന്നെ അതിന് ഒരു ഗ്രീൻ ഹൗസ്, 2 ഗ്രീൻ ഹൗസ്, അങ്ങനെ 300 ഗ്രീൻ ഹൗസുകൾ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കി. അവസാനം ഗ്രീൻ ഹൗസ് വേണ്ട, ഗ്രീൻ ഹൗസ് ഇല്ലാതെ കൃഷി ചെയ്യാന്നുള്ളത് ഞാൻ അവസാനം മനസ്സിലായി പിടിച്ചു. ഇപ്പോൾ നമ്മൾ ഇത് ഗ്രീൻ ഹൗസ് ഇല്ലല്ലേ, ഇവിടെ 48 ഡിഗ്രി നിൽക്കുന്നല്ലോ. 48 ഡിഗ്രി ഇട്ട് ഇത് ഇന്നലെ ഉണ്ടായതല്ലോ. അല്ല, ഇതിൻ്റെ ഏജ് ഇപ്പോൾ 1 വർഷമായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ വെച്ചാണ്. ഏപ്രിൽ മെയ് ജൂണിലൊക്കെ ചൂടുണ്ടല്ലോ, ആ ചൂട് ജീവിച്ചു തന്നല്ലോ. അപ്പോൾ പിന്നീട് ഞാൻ കൃഷി കൂടുതൽ പഠിച്ചു വന്നപ്പോൾ ഇവിടുത്തെ പ്രശ്നം ചൂടല്ല, ചൂടാണ് പോസിറ്റീവ്, അത് നെഗറ്റീവ് അല്ല. എത്ര ഊർജം കൂടുന്നു അത്രത്തോളം ഇതുണ്ടാകും. ഓരോ 24 മണിക്കൂറിലും ഓരോ സ്ക്വയർ ഫീറ്റിലെയും 4 ഗ്രാം കാർബോഹൈഡ്രേറ്റ് സൂര്യനിൽ നിന്ന് എടുക്കും. നിങ്ങൾ ആ തക്കാളി കണ്ടു, തക്കാളിയിൽ സൂര്യനിൽ വന്ന റെഡ് കളർ പിഗ്മെന്റ് വരും. ആ കളർ സൂര്യനിൽ വരുന്നതാണ് ലൈക്കോപിൻ എന്ന് പറയും. അത് ആൻറ്റി ക്യാൻസറാണ്, ആൻറ്റി ട്യൂമറാണ്. സൂര്യനിൽ റെഡ് കളർ പിഗ്മെന്റ് അത് തക്കാളിയാക്കും. ഹരിതകം, ക്ലോറോഫിൽ, ആ റെഡ് ഗ്രീൻ സൂര്യനിൽ നിന്ന് വരും. അത് ആഗിരണം ചെയ്യും. പപ്പായക്കകത്ത് റെഡ് കളറുണ്ട്, അതിനകത്ത് കൊണ്ടിലേക്ക് പച്ചിലയുള്ള ഹരിതകം. പ്രപഞ്ചത്തിലെ എല്ലാ കളറുകളും വരുന്നത് സൂര്യനിൽ നിന്നാണ്. പച്ചില ഉണ്ടാക്കാത്തൊരു ആഹാരവും ഇല്ല. അപ്പോൾ എനിക്ക് നാളെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നാളെ ഒരു പുതിയ ഐഫോൺ മോഡൽ ഇറങ്ങി. ഐഫോൺ മോഡൽ ഇറങ്ങിയ അതിന് ഇവിടുത്തെ 6000 ദിർഹം വില. അപ്പോൾ ഞാനാണെങ്കിൽ 6000 ദിർഹത്തിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒന്നാലും എനിക്ക് അടുത്ത മാസം അത് മേടിക്കണം. ഞാൻ ഏകദേശം 1 മില്യൺ സ്ക്വയർ ഫീറ്റ് സർഫേസ് വരത്തെ പച്ചിലയിലൂടെ ഉണ്ടാകും. അത് എല്ലാ കൂടിനകത്തും നിങ്ങളിപ്പോൾ 1000 സ്ക്വയർ ഫീറ്റുള്ള ഗ്രീൻ ഹൗസ് ഉണ്ടല്ലേ, അതിനകത്ത് 3000 പ്ലാന്റ് ഉണ്ട്. ഓരോന്നിനും 500-600 സ്ക്വയർ ഫീറ്റ് ഇലകളുണ്ട്. അപ്പോൾ ഒരു തക്കാളി ചെടിയിൽ നിന്ന് 600 സ്ക്വയർ ഫീറ്റ് ഇലയും കൂടെ എനിക്ക് 90 ഡേയ്സ് കൊണ്ട് 60 കിലോ തക്കാളി ഉണ്ടാക്കി തരും. ഓരോ ചെടിയിൽ നിന്ന് 60 കിലോ കിട്ടും. ആരുണ്ടാക്കി തരും? സൂര്യനുണ്ടാക്കി. അത് നമ്മളെ ചിലവ് എന്തോ താഴോട്ട് നമുക്ക് ചാണകം കിടക്കുന്നതാണോ? പശുവിൻ്റെ ചാണകം എങ്ങനെ കിട്ടുന്നത്? ഇവിടെ ഒരു ഭാഗത്ത് പുല്ല് കൃഷി ചെയ്യും. പുല്ല് കൃഷി ചെയ്ത് ആ പുല്ല് പശുവിന് കൊടുക്കും. 8 മണിക്കൂർ പശു 9 കിലോ ചാണകമാക്കി തരും. ഒരു 13 കിലോ പച്ച പുല്ല് വെള്ളം പശു കുടിക്കുന്നത് 8 മണിക്കൂർ കൊണ്ട് അത് 9 കിലോ ചാണകമാക്കി തരും. പശു എന്ന് വെച്ചാൽ വളം ഉണ്ടാക്കും, ഓർഗാനിക് വളം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ആ വളം എടുത്ത് കൃഷി ചെയ്യും. നാച്ചുറൽ ഫാമിൻ്റെ കൺസെപ്റ്റ് ഒന്നും പുറമേ ഒന്നും കൊണ്ടുവരത്തില്ല. ഇവിടുത്തെ കണ്ടെത്തലുകൾ പുല്ല് വളർത്തുന്നു, പശുവിന് കൊടുക്കുന്നു, പശുവിൻ്റെ ചാണകം എടുക്കുന്നു, കൃഷി ചെയ്യുന്നു. അപ്പോൾ ഏത് സോയിലിനകത്തും ബാക്ടീരിയ ഉണ്ടാവും, ഏത് മണ്ണിലും ഫംഗസ് ഉണ്ടാവും, പിന്നെ ആൽപ്പബിസ് എല്ലാ മണ്ണിലും ഉണ്ടാവും, ഏറ്റക്കുറിച്ചിലുണ്ടാവും. 1 ഔൺസ് അല്ലെങ്കിൽ 1 പിടി ചാണകത്തിനകത്ത് മില്യൺസ് ഓഫ് മൈക്രോബ്സ്, സൂക്ഷ്മജീവികൾ. കുറച്ച് ചാണകത്തിൽ മില്യൺസ് ഓഫ് മൈക്രോബ്സ് ഉണ്ട്. ഈ മൈക്രോബ്സ് മണ്ണിൽ വീഴും, മണ്ണിലെ ബാക്ടീരിയ അട്ടലിയേറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അത് ഈ ചാണകവും മണ്ണും കൂടെ ചേർത്ത് ഇതിനെ കാസ്റ്റ് ചെയ്ത് ഇപ്പോൾ മുകളിൽ കിടക്കുന്ന സാധനങ്ങൾ ലിറ്ററുകളെന്ന് പറയും. ലിറ്ററുകൾ ഇപ്പോൾ മണ്ണിൻ്റെ ഭാഗമല്ല. ഇതിങ്ങനെ വീണ് മണ്ണുമായിട്ട് ബന്ധം വരുമ്പോൾ ആ ബാക്ടീരിയയുടെ ആക്ടിവേറ്റ് ചെയ്ത് അത് മണ്ണിൻ്റെ ഭാഗമായി മാറും. അത് വിഘടിച്ച് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നിട്ട് ചെടിക്ക് ഉപയോഗപ്പെട്ട് കിട്ടും. ഇപ്പോൾ കിടക്കുന്ന ലിറ്ററുകളല്ലേ, ഇത് മണ്ണിൻ്റെ ഭാഗമായി മാറാൻ 1 മാസം പിടിക്കും. അങ്ങനെ ജൈവ സമ്പുഷ്ടമാകും. അങ്ങനെ ജൈവ മണ്ണിനകത്ത് ഇതേപോലെ കൊലക്കണക്കിന് പിടിക്കും. ഈ പപ്പായ എങ്ങോട്ട് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ ആദ്യത്തെ ഫ്രൂട്ട് പിടിച്ചു കൊടുക്കും. ഇവിടെ നിന്ന് ഇവിടെ ആകുമ്പോൾ 90 ഫ്രൂട്ട് താഴെ കാണും, അപ്പോൾ 90 മുകളിൽ കാണും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ 180 ഫ്രൂട്ട് പറിച്ചായി ഇവിടെ വീണ്ടും 90 വന്ന് ഇവിടെ വീണ്ടും 90. അപ്പോൾ എത്ര ഫ്രൂട്ട് നിന്ന് ഇവിടെ പറിച്ചൊരു കൊല്ലത്തിനകം 90 കൂട്ടാനറിഞ്ഞു ഇവിടെ അറിയാം. എത്രയായി പറ, അതി കടിയേട്ട് 180 പപ്പായ ഇത് പറിച്ചു കഴിഞ്ഞു. 90 എണ്ണം കണക്കറിയാൻ എണ്ണി നോക്കും. 90 കാണാൻ വലുത്. അപ്പൊ 90 മേലും കണ്ടാ ഇങ്ങനെ എണ്ണിയാ 1, 2, 3, 9 വരും. അങ്ങനെ 10 ലെയർ ഉണ്ട്. അപ്പൊ 90 ആയാ. മുകളിൽ 90 കിടക്കുന്നുണ്ടാ. ഒരേ കൊല്ലം 2-3 കാ വരുന്ന കണ്ടാ. കേട്ടോ, അപ്പൊ 180 പപ്പായ ഇത് കാണാവോ? കാണാം. ഇത് മാജിക് അല്ലല്ലേ? ഇല്ല. നിങ്ങൾ ഒറ്റ തോട്ട് 180 ഞാൻ കാണിച്ചു തരാം. ഇല്ല, ശരിയാ പറഞ്ഞത്, ശരിയാ. 79 ആണെങ്കിൽ $1 മില്യൺ ഞാൻ തരാം. അത് ഞാൻ 180 ഞാൻ കാണിച്ചത്. ഇത് 90 ഉണ്ട്, ഈ കിടക്ക് 90, മുകളിൽ 90 ഉണ്ട്. ഈ 90 പറിച്ച് തരുമ്പോൾ അവിടെ 90 വരും. ഇത് ആര് തന്നു? സൂര്യൻ തന്നു. അപ്പോൾ സോഴ്സ് ഓഫ് എനർജി ഫ്രം സൺ. ഇതാണ് കുട്ടിക്കാലത്ത് നിങ്ങൾ പാട്ട് അർക്ക സൂര്യ ദിവാകര ഭുവനത്രയത്തിന് നായക പഠിച്ചിട്ടുണ്ടോ? പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു
സൂര്യ നമസ്കാരം കൊണ്ടാണ് നടക്കുന്നത്. ശരിയാ. സൂര്യനെ കാണാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ പഞ്ചഭൂതങ്ങളെ കാണാത്തത്, പശുവിനെ മറക്കുന്നത്. അതെ, ഇത്രയും മതിയാ. മതി. ഇത് പപ്പായത്തോട്ടമാണ്. ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട് പപ്പായ. ഇപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇതിന് വളങ്ങളാകെ ചാണകം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. എനിക്ക് അതിശയമാണ് ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ആവുന്നത് കാണുമ്പോൾ തന്നെ. കാരണം ഡെസേർട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എവിടെ ചെന്നാലും മലയാളികൾ ജീവിക്കാൻ പഠിക്കും എന്നുള്ളതിനൊരു ഉദാഹരണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക്. അപ്പോൾ പിള്ളേരെയും ഇതൊക്കെ എല്ലാവരും ഇവിടെ വരാൻ പറ്റും. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇതേപോലെയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രചോദനമാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ പിള്ളേരെയൊക്കെ നമ്മൾ കൊണ്ടുവരിക, വൺ ഡേ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ. അതേപോലെ ഇവിടെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഇതുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. ഇത് അകത്തിച്ചീര, ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിൻ്റെ പൂവും ആയാലും ഇലയായാലും നമുക്ക് തോരനൊക്കെ വെക്കാൻ നല്ലതാണ്. തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. തൈറോയിഡിനൊക്കെ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കൊക്കെ നല്ലൊരു ഇതാണ്, മരുന്നാണിത്. അപ്പോൾ അതേപോലെ ഇത് വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട് ഈ തൈറോയിഡ് ഉള്ളവരൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ നല്ലൊരു എന്താ പറയുക, ന്യൂട്രീഷനായിട്ടുള്ള ഒരു ഇതാണിത്. അകത്തിച്ചീര എല്ലാവർക്കും അറിയാൻ പറ്റും. ഇവിടെ ഫുള്ള് ചോളക്കൃഷിയാണ്. ഇപ്പോൾ ചെറുതായിട്ട് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ കുറേ ആയിട്ടില്ല, എന്നാലും കുറേയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പായിട്ടാണ് ഇവരിവിടെ വളർത്തിയിരിക്കുന്നത്. ഇതേ ചെറുതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതേ ചോളമായി വരുന്നത് കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ ഫുള്ള് സ്ട്രോബെറിയാണ്. അവർ സ്ട്രോബെറി കൃഷിയാണ് ഇവിടെ. ഇതൊക്കെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഇത് നട്ടിട്ട്. ചെറുതായിട്ട് സ്ട്രോബെറിയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതവർ ഗ്രീൻ ഹൗസിലാണ് ഇത് നട്ടിരിക്കുന്നത്. കാരണം അവർ ആ സണ്ണിൻ്റെ ആ ഇത് ക്രമീകരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനും പഠിക്കുവാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് ഈ ഫാമിൽ വന്നപ്പോൾ. സ്ട്രോബെറി കൃഷിയായാലും പിന്നെ എന്താണ് മുരിങ്ങ, അങ്ങനെ കുറേ ഒരുപാടുണ്ട്, ചോളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും പിന്നെ അറിയാനും പറ്റി. നമുക്ക് എങ്ങനെയാണ് നടുന്ന കാര്യങ്ങളും എല്ലാ വിവരങ്ങളും പുള്ളി നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ പുള്ളിയായിട്ടൊരു ചെറിയ ഇൻ്റർവ്യൂവും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതുമാത്രമല്ല പുള്ളിക്ക് ഇവിടെ കാലിഫോർണിയയിലും പുള്ളിക്ക് കൃഷി ഫാമൊക്കെ ഞങ്ങൾ കുറച്ച് സ്ട്രോബെറിയുടെ തൈയൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ വളം കുറച്ച് തന്നിട്ടുണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ ഫാം വ്ളോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ഇവിടെ പുള്ളി വളമായിട്ട് ഉപയോഗിക്കുന്നത് ഫുൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മുരിങ്ങയില, ശർക്കര ഒക്കെ ഒരു ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഓരോ പാത്രങ്ങളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഇത് മറ്റേ തക്കാളിയുടെ ഇലകൾ അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഇവിടെ വളം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വെള്ളവും പിന്നെ സൂര്യപ്രകാശം ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും പുള്ളി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയും ഇതേപോലെ നല്ല നല്ല ബ്ലോഗുകളും റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.